ഹലോ. അപ്പം ഞാനൊന്ന് പുറത്ത് പോവുകയാണ്. അപ്പം ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഹസ്ബൻഡിൻ്റെ എളാപ്പാൻ്റെ മരുമകളുണ്ട്. അപ്പം ഓൾക്ക് ഒരു ക്ലോത്ത് എടുക്കാണ്ടെന്ന് പറഞ്ഞ്. അതേപോലെ ഓൾക്ക് 3 മാസമായൊരു കുട്ടിയുണ്ട്. ഓൾക്ക് കുട്ടിക്ക് ഇഞ്ചക്ഷൻ വെക്കാണ്ട് 3-ാം മാസത്തെ. വേറൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ, 2.25 ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഓൾ അങ്ങോട്ട് ഒരു റോഡിൻ്റെ അടുക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഓളെ അടുത്തേക്ക്. അപ്പം ഞാൻ ചെന്നപ്പോഴും ആൾ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. വരികയുണ്ട് ഏതായാലും ആപ്പിളും കൊണ്ടുവരുന്നു. പിന്നെ ഒരു ഓട്ടോ വന്നപ്പോൾ ഞങ്ങൾ അതിൽ കയറിപ്പോയി. കുട്ടികളുള്ളതുകൊണ്ട് ഓട്ടോയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ വെയിലും കൊണ്ടാണ് പോയത്. പിന്നെ അസാരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ കയറി. അത് കാണുന്ന അതേപോലത്തേതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം അങ്ങനത്തെ ക്ലോത്ത് കിട്ടി. പിന്നെ എവിടെ പോയാലും മിററിലൊരു വീഡിയോ മസ്റ്റാണ്. എന്ത് മിഠായിയോ? എനിക്കൊരു കൊണ്ടാ എനിക്കൊണ്ടാ നല്ല രസമുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഷോളിന് കൊടുക്കാൻ ലേസ് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് മറ്റവനെ കാണാതായി. അവൻ്റെ ഈ ക്ലോത്ത് കുറേ ഇങ്ങനെ ആംഗിൾ ചെയ്ത് വെച്ച് ആംഗിളറും അങ്ങനെ വെച്ച സ്ഥലത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. പിന്നെ ഈ സ്റ്റെപ്പ് കയറാൻ നോക്കുകയാണ്. അങ്ങനെ ഓരോ പണിയാണ് അവനക്ക്. ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഭയങ്കര ചൂടായിരുന്നു. അപ്പം പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ഭയങ്കര ദാഹം. അപ്പോൾ ഞങ്ങൾ ലേം കുടിക്കാന്ന് വെച്ചിട്ടൊരു കൂൾ ബാറിൽ കയറി. കേസിലൊക്കെ ആക്കി കൊണ്ടുവരേണ്ടതായിട്ട് കൊണ്ടുപോകാൻ ഇവിടെ കുത്തിയത് തിന്നാ. ചില്ലറ ലേറ്റാ. അപ്പോൾ ഒരു ഐസ്ക്രീം കൂടി വേറെ തന്നു. ഞങ്ങളത് കഴിഞ്ഞിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടും ആളത് കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് തിന്നുന്നുണ്ട്. സ്പൂണോട് പറ്റാത്തതുകൊണ്ട് കൈ കൊണ്ട് എടുത്ത് തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൈ കൊണ്ട് എടുത്തിട്ട് സ്പൂണുമ്മ വെച്ചിട്ട് അങ്ങനെയും കഴിക്കുന്നുണ്ട് കേട്ടോ ആള്. ഞങ്ങൾ പോവാട്ടോ. ഉണ്ടോ എൻ്റെ ഒന്ന് കയ്യോ? പിന്നെയാണ് ഓർമ്മ വന്നത് കുത്തിവെപ്പിൻ്റെ കാർഡ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓള് വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കുട്ടി നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുറച്ച് നേരം എണീറ്റ് ഓള് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂൾ ബാറിൽ അങ്ങനെ ഇരുന്നു. ആൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കംഫർട്ടാണ്. ആളായിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. കാരണം അങ്ങനെ അലമ്പ് കാര്യങ്ങളൊന്നുമില്ല ഓളെ കൊണ്ട്. ചില കുട്ടികളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് ഓരോമാരുടെ അടുത്ത് നിന്ന് പോരുകയില്ല, വേറെ ആരുടെ അടുത്തേക്കും പോവുകയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ശരിക്കും ഉമ്മാർക്കും ബുദ്ധിമുട്ടേ കാര്യം. കാരണം നമുക്ക് ഇതേപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇവളെ കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പറയുമ്പോൾ ഇന്നെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഒരു കാണുന്ന പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ 3 മാസമല്ലേ ആയിട്ടുള്ളൂ ആൾക്ക്. അപ്പം എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഓൾ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഓൾ ഡോക്ടറെ കാണിച്ച് പിന്നെ കുട്ടീനെ തൂക്കം നോക്കി. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബെഞ്ചിൽ ഇങ്ങനെ പോയിരുന്നു. ഇവിടെ അപ്പോൾ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ആൾ കാണുമ്പോൾ അമ്മക്കാണ് ഭയങ്കര ഇടങ്ങേറാണ്. അത് കഴിഞ്ഞ് ചൂടിൻ്റെ ആഘാതം കൂടെ ഞങ്ങൾ രണ്ടാമത്തെ ലൈം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിട്ടോ. അപ്പോൾ കയറുന്നിടത്തുള്ള സാധനമാണ്, കയറുന്നിടത്തു നിന്ന് എടുത്തു പോകുന്ന സാധനമാണ് കേട്ടോ. അത് പിന്നെ ഞങ്ങൾ പോയപ്പം അത് അവിടെ തന്നെ കൊടുത്തു പോയി. പിന്നെ ബാക്കിലുള്ള ആളെ കണ്ടോ, അയാളിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഒളിഞ്ഞും ഭാഗത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഫസ്റ്റ് ഞാനാണ് അവിടെ പോയിരുന്നത്. അപ്പോളേ ഇങ്ങനെ വെറുപ്പിച്ച് നോക്കണം വേണ്ടിയായിരുന്നു. പിന്നെ ഓരോരുത്തർ ക്യാരക്ടർ ഓരോ പോലെയാണല്ലോ. പിന്നെ ഓളിങ്ങനെ ഇടയ്ക്കിങ്ങനെ ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ പിന്നെ ചായ കുടിച്ച് പിന്നെ അങ്ങനെ പച്ചവെള്ളം അങ്ങനെ വെറുതെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകാൻ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓളം അമ്മായിമ്മ ഉണ്ട്. അമ്മായിമ്മ എന്ന് പറയാൻ പാടില്ല, ഉമ്മ. അപ്പം അവിടെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. പർദ ഷോപ്പിൽ ആൾ ടൈലറാണ്. അപ്പം അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിൽക്കൂടെ പോകണം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ച്. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. എങ്ങോട്ടാ പോണേ? വീട്ടിലേക്ക്. എങ്ങോട്ട്? ഞാൻ നേരെ പോയത് ഓളെ വീട്ടിലേക്കാണ് കേട്ടോ, എളാപ്പാൻ്റെ വീട്ടിലേക്ക്. ഹസ്ബൻഡ് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്, ഹസ്ബൻഡ് വരുന്ന വഴിയിലാണ് ഓരോ വീട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ വീട്ടിലെത്തി. ചാമ്പക്ക ഉണ്ട് അവിടെ, ചെറിയ ചാമ്പക്കയാണ്, ഉണ്ടായി വരുന്നേ ഉള്ളൂ. പക്ഷേ എന്താണെന്നറിയില്ല,
ആ ചാമ്പക്കൻ്റെ എല്ലാ ചാമ്പക്കയും ഒരേപോലെ ഭയങ്കര പുഴുക്കൾ നിറഞ്ഞേക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കേട് സംഭവിച്ചിരിക്കണം, എന്തുകൊണ്ടാണെന്നും അറിയില്ല. താങ്ക് യു താങ്ക് യു താങ്ക് യു പറയും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക.